മെലൂഹയിലെ ചിരഞ്ജീവികൾ അധ്യായം 7 ശ്രീരാമദേവന്റെ പൂർത്തീകരിക്കാത്ത ഉദ്യമം തുടരുന്നു. സതി ഇന്ന് നൃത്തം ചെയ്യാനെത്തിയിട്ടുണ്ടോ എന്നറിയാനായി ശിവൻ ജനലിനു നേരെ തിരിഞ്ഞു. ശിവൻ ആരെയോ പ്രതീക്ഷിക്കുന്നതായി മനസ്സിലാക്കി ദക്ഷൻ ചോദിച്ചു, പ്രഭോ, അങ്ങയ്ക്ക് പോകാറായോ? ഇല്ല രാജൻ. തൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ട വേദനയും ആശയക്കുഴപ്പവും മറച്ചു പിടിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു. ഈ സമയത്ത് എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ പ്രതീക്ഷയ്ക്കുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് കേട്ടപ്പോൾ പ്രതീക്ഷകൾക്കൊപ്പം ദക്ഷന്റെ പുഞ്ചിരിയും വന്നു. ശിവൻ തുടർന്നു, അങ്ങയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് സംഭാഷണം തുടർന്നാലോ? വേണമെങ്കിൽ ഉച്ചഭക്ഷണം അല്പം വൈകിയിട്ടുമാവാം. തീർച്ചയായും അങ്ങനെയാകാം പ്രഭു. ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ദക്ഷൻ പുഞ്ചിരിച്ചു. മഹാരാജൻ, എനിക്ക് ഇതുവരെയുള്ള കഥ മനസ്സിലായി. അങ്ങ് ഇപ്പോൾ ആക്രമണം നടത്താതിരിക്കുവാനുള്ള കാരണവും മനസ്സിലായി. അങ്ങയ്ക്ക് വ്യക്തമായ ഒരു പദ്ധതിയുണ്ടെന്നും അതിൽ എൻ്റെ നീലക്കഴുത്തിന് വിചിത്രമായ ഒരു പ്രവൃത്തി നിർവഹിക്കാനുണ്ടെന്നും എനിക്കറിയാം. അതെ, ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട് പ്രഭു. ഒരു ചക്രവർത്തി എന്ന നിലയ്ക്ക് ഞാൻ ഞങ്ങളുടെ ചില ആളുകളുടെ രോഷത്തിന് അനുകൂലമായി എടുത്തു ചാടുന്നത് കൊണ്ടൊന്നും പ്രശ്നം അവസാനിക്കില്ലെന്ന് എനിക്കറിയാം. സ്വദ്വീപിലെ മുഴുവൻ ആളുകളും ദുഷിച്ചവരാണെന്ന് ഞാൻ കരുതുന്നില്ല. ചന്ദ്രവംശ ഭരണാധികാരികളും അവരുടെ ജീവിത വഴികളുമാണ് അവരെ ദുഷ്ടരാക്കി തീർക്കുന്നത്. സ്വദ്വീപിലെ ജനങ്ങളെ സ്വയം രക്ഷിക്കുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഞങ്ങളുടെ മുന്നിലുള്ള മാർഗം. സ്വദ്വീപന്മാരെ രക്ഷിക്കുകയോ? ശരിക്കും അത്ഭുതപ്പെട്ടുകൊണ്ട് ശിവൻ ചോദിച്ചു. അതെ പ്രഭു, അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പൈശാചികമായ തത്വചിന്തകൾ തടയുക, കൊടിയ വഞ്ചകന്മാരായ ഭരണാധികാരികളിൽ നിന്നും അവരെ രക്ഷിക്കുക, ദുഃഖകരവും അർത്ഥരഹിതവുമായ അസ്തിത്വത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക, കൂടുതൽ മൂല്യാധിഷ്ഠിതമായ സൂര്യവംശി ജീവിതശൈലിയുടെ പ്രയോജനം അവർക്ക് നൽകിക്കൊണ്ട് നമുക്കവരെ രക്ഷിക്കാം. ഒരിക്കൽ അവർ നമ്മയെപ്പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. സഹോദരന്മാരെ പോലെ ഞങ്ങൾ ജീവിക്കും. ഇതാണ് എൻ്റെ പിതാവ് ബ്രഹ്മനായക മഹാരാജാവിൻ്റെ പൂർത്തീകരിക്കാത്ത ലക്ഷ്യം. യഥാർത്ഥത്തിൽ രാമരാജന്റെ പൂർത്തീകരിക്കപ്പെടാത്ത ലക്ഷ്യവും ഇതുതന്നെ. ഇത് വലിയൊരു ദൗത്യമാണല്ലോ മഹാരാജൻ, ശിവൻ പറഞ്ഞു. അതിലെ കരുണ കൊണ്ടും യുക്തി കൊണ്ടും അത് ഗംഭീരമാണ്. പക്ഷേ അത് വലിയൊരു ഉദ്യമമാണ്. അവരുടെ സൈന്യത്തെ തോൽപ്പിക്കുവാൻ അങ്ങേക്ക് വലിയൊരു പറ്റം സൈനികരെ വേണം. അവരെ അങ്ങയുടെ ഭാഗത്തേക്ക് മാറ്റുവാൻ നല്ല പ്രചാരകരെ വേണ്ടിവരും. അതത്ര എളുപ്പമായി തീരുകയില്ല. ഞാൻ സമ്മതിക്കുന്നു. സ്വദ്വീപിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ സന്ദേഹം പുലർത്തുന്ന നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ മുന്നിൽ ഞാൻ കൂടുതൽ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വദ്വീപ് നിവാസികളെ മാനസാന്തരപ്പെടുത്തുക. അതുകൊണ്ടാണ് നീലകണ്ഠന്റെ സാന്നിധ്യമില്ലാതെ ഇത് ആരംഭിക്കുവാൻ ഞാൻ തയ്യാറാവാത്തത് പ്രഭു. വളരെ വർഷങ്ങൾക്ക് മുൻപ് അമ്മാവൻ പറഞ്ഞ വാക്കുകൾ ശിവന് ഓർമ്മ വന്നു. മറ്റൊരു ജന്മം പോലെയായിരുന്നു അത്. നിന്റെ നിയോഗം ഈ പർവ്വതങ്ങൾക്കും അപ്പുറമാണ്. നീ അത് സബലീകരിക്കുമോ? അത് ഉപേക്ഷിച്ച് ഒളിച്ചോടുമോ എന്നത് നിന്റെ ഇഷ്ടം. ദക്ഷൻ വീണ്ടും സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ശിവൻ തൻ്റെ ശ്രദ്ധ വീണ്ടും അദ്ദേഹത്തിലേക്ക് തിരിച്ചു വെച്ചു. ഞങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ പ്രവചിക്കപ്പെട്ടതാണ് പ്രഭു, ദക്ഷൻ തുടർന്നു. ഏതു ദർശനവും അതെത്ര പൂർണ്ണത ഉള്ളതാണെങ്കിലും നിശ്ചിത കാലം മാത്രമേ അത് ഫലവത്താവുകയുള്ളൂ. അത് പ്രകൃതി നിയമമാണ്. അത് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. എന്നാൽ സാധാരണ മനുഷ്യർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാതെയാകുമ്പോൾ നീലകണ്ഠൻ പ്രത്യക്ഷപ്പെടുമെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നത്. അത് ചന്ദ്രവംശികളെന്ന ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുമെന്നും നന്മയുടെ ശക്തികളെ പുനഃസ്ഥാപിക്കുമെന്നും പറയുന്നു. പ്രഭോ, അങ്ങാണ് ആ നീലകണ്ഠൻ. അങ്ങേക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. ശ്രീരാമന് പൂർത്തീകരിക്കാൻ കഴിയാത്ത ദൗത്യം അങ്ങേക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അങ്ങ് ഞങ്ങളെ നയിക്കുകയും ചന്ദ്രവംശികളെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും വേണം. സ്വദ്വീപന്മാരെ നന്മയുടെ ഭാഗത്ത് നിരത്തണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഈ മനോഹരമായ രാജ്യം പരിപൂർണതയ്ക്ക് അടുത്തെത്തി നിൽക്കുന്ന മെലൂഹൻ സമൂഹം അവസാനമില്ലാത്ത യുദ്ധങ്ങളിലൂടെ നശിപ്പിക്കപ്പെടും. അങ്ങ് ഞങ്ങളെ സഹായിക്കുമോ സ്വാമി?
ഞങ്ങളെ നയിക്കുമോ? ശിവന് ആശയക്കുഴപ്പമായി. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാജൻ. കൃത്യമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശിവനാകെ ആശയക്കുഴപ്പത്തിലായി. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ രാജൻ. കൃത്യമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയില്ല പ്രഭു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാം. അങ്ങ് ഞങ്ങളുടെ നേതാവായിരിക്കും എന്നും അറിയാം. ഞങ്ങളുടെ മാർഗം ഏതാണെന്ന് അങ്ങ് നിശ്ചയിക്കും. ഈ 80 ലക്ഷം പേരുടെ ജീവിത രീതി പൂർണ്ണമായും ഞാൻ തന്നെ മാറ്റിമറിക്കണമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് ഭ്രാന്താണോ? ശിവൻ ശ്രദ്ധാപൂർവം സംസാരിച്ചു. ഞാൻ താങ്കളുടെ ജനങ്ങളുമായും കഷ്ടപ്പാടുകളുമായും താദാത്മ്യം പ്രാപിക്കുന്നു മഹാരാജൻ. പക്ഷേ ഒരു സത്യം പറയട്ടെ, ഒരു മനുഷ്യന് ഒറ്റയ്ക്കെങ്ങനെ ഇത്രയും വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ അങ്ങാണെങ്കിൽ? ആരാധനയും വിശ്വാസവും മൂലം ഈർപ്പം നിറഞ്ഞ കണ്ണുകൾ മലർക്കെ തുറന്നുകൊണ്ട് ദക്ഷരാജൻ പറഞ്ഞു. അങ്ങേക്ക് ഈ പ്രപഞ്ചം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും പ്രഭു. പ്രഭു, എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല, തളർന്ന പുഞ്ചിരിയോടെ ശിവൻ പറഞ്ഞു. ഞാൻ എന്ത് വ്യത്യാസം ഉണ്ടാക്കുമെന്നാണ് അങ്ങ് പറയുന്നത്? ഞാനൊരു അത്ഭുത പ്രവർത്തകനൊന്നുമല്ല. ഞാൻ വെറുതെയൊന്ന് വിരൽ ഞൊടിച്ചാൽ ചന്ദ്രവംശികളുടെ മേൽ ഇടിയും മിന്നലും പതിക്കുകയുമില്ല. താങ്കളുടെ സാന്നിധ്യമാണ് എല്ലാ വ്യത്യാസം ഉണ്ടാക്കുന്നത് പ്രഭു. ഈ സാമ്രാജ്യത്തിലെമ്പാടും സഞ്ചരിക്കുവാൻ ഞാൻ താങ്കളെ ക്ഷണിക്കുന്നു. താങ്കളുടെ നീലകണ്ഠം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രഭാവം നേരിൽ കാണുക. അത് ചെയ്യാൻ കഴിയുമെന്ന് എൻ്റെ ജനങ്ങൾക്ക് ഒരിക്കൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. പ്രഭു, അങ്ങ് നീലകണ്ഠനാണ്. കനകഹാല തുടർന്നു. നീലകണ്ഠം വഹിക്കുന്നവനാരോ ആ പ്രഭാവനിൽ ജനങ്ങൾക്ക് വിശ്വാസമാണ്. അവർക്ക് അങ്ങയിൽ വിശ്വാസവും ഉണ്ടായിരിക്കും. അങ്ങ് ഞങ്ങളെ സഹായിക്കുമോ പ്രഭു? വീണ്ടും നീ ഓടിപ്പോകുമോ? പക്ഷേ ഈ നീലക്കഴുത്തുണ്ടായതുകൊണ്ട് മാത്രം ഞാൻ നീലകണ്ഠനാകുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ശിവൻ ചോദിച്ചു. ഒരുപക്ഷെ നീലക്കഴുത്തുള്ള നിരവധി മെലൂഹന്മാർ കണ്ടുപിടിക്കപ്പെടാതെ ഇരിപ്പുണ്ടായിരിക്കും. ഇല്ല പ്രഭു, ദക്ഷൻ പറഞ്ഞു. അതൊരു മെലൂഹനായിരിക്കുകയില്ല. ആ നീലകണ്ഠൻ വിദേശിയായിരിക്കുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. സപ്തസിന്ധുവിൽ നിന്നാകാൻ വഴിയില്ല. സോമരസം സേവിക്കുന്നതോടെ അദ്ദേഹത്തിൻ്റെ കഴുത്ത് നീലവർണ്ണത്തിലുള്ളതായി തീരുമെന്നാണ് പറയുന്നത്. ശിവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സത്യം പൊടുന്നതിനെ മനസ്സിലായപ്പോൾ അദ്ദേഹം വിസ്മയിച്ചു പോയി. ശ്രീനഗരം, ആദ്യത്തെ രാത്രി, സോമരസം. അങ്ങനെയാണ് എൻ്റെ ശരീരത്തിൻ്റെ ന്യൂനതകൾ തീർന്നത്. അതുകൊണ്ടാണ് എന്നത്തേക്കാളും ശക്തിമാനായി എനിക്ക് അനുഭവപ്പെടുന്നത്. ദക്ഷനും കനകഹാലയും തീരുമാനമറിയുവാനായി ശ്വാസം പിടിച്ച് ശിവനെ തന്നെ ഉറ്റുനോക്കി. ശിവന്റെ തീരുമാനം ഉചിതമായിരിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. പക്ഷേ എന്തുകൊണ്ട് ഞാൻ മാത്രം? എല്ലാ ഗുണന്മാർക്കും സോമരസം ലഭിച്ചിരുന്നു. എൻ്റെ അമ്മാവൻ പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ആ നിയോഗം ലഭിച്ചവനാണോ?